ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെയും ഫഹദിൻ്റെയും ആമ്പലിൻ്റെയും പൊന്നുവിൻ്റെയും ഞങ്ങൾ 3 പേരും കൂടിയാണ് കൃഷി നടത്തുന്നത്. പാവൽ കൃഷിയാണ്. പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞങ്ങളിത് നട്ടതൊന്നുമല്ല കേട്ടോ, തന്നെ വേസ്റ്റ് കിടന്ന് മുളച്ചുണ്ടായതാണ്. അപ്പോൾ ഞാനും ഫഹദും കൂടി ഇതിന് വള്ളിയൊക്കെ കെട്ടിക്കൊടുത്തു. എല്ലാ ദിവസവും വന്ന് നോക്കും. ഇതാണ് പാവലിൻ്റെ വലിപ്പം. ഇനി ഇതിന് നമുക്ക് ഒരു ഉടുപ്പിടിച്ച് കൊടുക്കാം. ഇപ്പോൾ 3 പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 3 നമുക്ക് ഓരോ ഉടുപ്പിടിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അതിന് ഈച്ചയൊക്കെ കുത്തി പുഴു വരും, നമുക്ക് കിട്ടില്ല. പെൺപിള്ളേരെ കാത്തുനിന്നിട്ട് കാര്യമില്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി നടക്കും. അപ്പോൾ അതേ ഫഹദ് എല്ലാ ദിവസവും വന്ന് ഇത് ചെക്ക് ചെയ്യും. ഭയങ്കര സഹായമാണ്. പിന്നെ സന്തോഷം എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ കഷ്ടപ്പെട്ടതൊന്നും ഉണ്ടായതല്ലല്ലോ, തന്നെ മുളച്ച് അതിന് ഇഷ്ടപ്രകാരം ഉണ്ടായതാണ്. അതുകൊണ്ട് ഭയങ്കര ഒരു സന്തോഷമാണ്. നമുക്ക് ഒരുപാട് സ്ഥലമൊന്നുമില്ല, പക്ഷെ ഞാനുള്ള സ്ഥലത്ത് അത്യാവശ്യം പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട്. ഇപ്പോൾ മുകളിലായാലും വഴുതനങ്ങയൊക്കെ ഉണ്ട്, തക്കാളി ഉണ്ട്. അപ്പോൾ ഇത് തന്നെ ഇങ്ങനെ മുളച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇനി അതിനൊരു ഉടുപ്പിടിയിക്കാം. ഉടുപ്പിടിച്ചില്ലെങ്കിൽ ഇത് കിട്ടില്ലല്ലോ. ഞാനും ഫഹദും കൂടി എല്ലാ ദിവസവും രാവിലെ ഇത് നോക്കും കേട്ടോ. പെണ്ണുങ്ങളും വരും, പക്ഷെ അവർ മാറിയൊക്കെ നടക്കുന്നത്. ഫഹദിനെ അടുത്ത കൃഷിയിലേക്ക് നോക്കി അന്നേരത്തെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കണം. വണ്ടി വന്നു, ഇനി അതിന് മീനുണ്ടോ എന്നുള്ള സംശയം. ഇതേ കുറേ മുളക് കിട്ടിയിട്ടോ. എനിക്കിഷ്ടം പോലെ മുളക് കിട്ടും. അപ്പോൾ നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഒരിത്തിരി സ്ഥലമാണെങ്കിലും നമുക്ക് അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. വിഷമില്ലാത്ത പച്ചക്കറിയാണ്. പച്ചമുളക് എനിക്ക് എല്ലാ ദിവസവും കിട്ടും. പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിക്കേണ്ടി വരാറില്ല. പഴുത്ത പച്ചമുളകായാലും കിട്ടും. പിന്നെ കാന്താരി മുളകുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പാവൽ പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ്. പാവയ്ക്ക മൂത്തിട്ടുണ്ട്, പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉടുപ്പ് ഊരി നോക്കാം. അത് അടിപൊളി പാവയ്ക്ക ആയിട്ടുണ്ട്. കണ്ടോ, ഒരു കഷ്ടപ്പാടുമില്ലാതെ ഉണ്ടായതാണ്. വിഷമില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ എൻ്റെ 2 പെൺപിള്ളേരെ ഇവിടെ കാണാനില്ല. അവർ വന്നിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തിരിച്ച് അതുപോലെ തന്നെ ഉടുപ്പിടിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഫഹദിന് ഇഷ്ടപ്പെട്ടില്ല. പൊട്ടിക്കുമെന്ന് പറഞ്ഞു. ഫഹദ് നോക്കി ഒരു കലിപ്പിലോട് കിടക്കുകയാണ്. ഒരിത്തിരി സ്ഥലമായാലും നമുക്ക് കൃഷി ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ചെയ്യാം. ഇഷ്ടം പോലെ പച്ചക്കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതൊരു സന്തോഷം കൂടിയാണ്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.